Hi students, plus 2 physics chapter number 14 solids and semiconductor device second video we will video semiconductors and classification extrinsic and intrinsic semiconductors. Extrinsic semiconductors are two types because they add in impurity atoms pentavalent or trivalent or N-type semiconductor and second one is P-type semiconductor. We will case N-type semiconductor. When pentavalent impurity is added to the intrinsic semiconductor, germanium or silicon crystal, the N-type semiconductor is formed. Noku, and figure noku. Kandile. A figure le, oru middle lower atom replace sedu, avada 5 valence electrons illa atom replace sedu. Nerathe baki chuttulla noku plus 4 na koduttirikkunnu core atom. Atomത്തിന്റെ core plus 4 എന്ന് കൊടുത്താൽ അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 4 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിൽ പ്ലസ് 4 എന്ന് ആറ്റത്തിന്റെ കോറിന് കൊടുത്തിരിക്കുകയാണ്. ബാക്കി ഇലക്ട്രോൺസും പ്രോട്ടോൺസും അവിടെ ഉണ്ട് കേട്ടോ. ഇന്നർ ഷെല്ലുള്ള അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ഈ മിഡിലുള്ളതോ പ്ലസ് 5 അതിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതിന്റെ കോറിന് എത്ര കാണിക്കണം? പ്ലസ് 5 എന്ന് കാണിക്കണം. ഒരു ഇലക്ട്രോൺ ഇതിൽ എക്സ്ട്രാ വരും. കാരണം 4 ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കും. ജർമാനിയം സിലിക്കൺ ആറ്റത്തിന്റെ പോലെ തന്നെ ഒരു ഇലക്ട്രോൺ എക്സസ് ആയിരിക്കും. ഇതിന് പകരം ഹോൾ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ഇലക്ട്രോൺ എക്സസ് ആവും. അത് ഫ്രീ ഇലക്ട്രോൺ ആണ്. അങ്ങനെ ഓരോ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം വെക്കുന്നതിനനുസരിച്ചും റീപ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചും ഓരോ ഫ്രീ ഇലക്ട്രോൺ എക്സസ് വരും. ഇതാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത. ആ ഫിഗർ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടത് മനസ്സിലാവും. ഓക്കെ, ഓരോ ഇമ്പ്യൂരിറ്റി ആറ്റത്തിനും ഓരോ ഫ്രീ ഇലക്ട്രോൺ അവൈലബിൾ ആവും. ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇലക്ട്രോൺസ് ആർ ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇവിടെ ഇലക്ട്രോൺ ശരിക്കും മെജോറിറ്റി കാരിയേഴ്സ് ആണ്. ഹോൾസ് ആർ ദ മൈനോറിറ്റി കാരിയേഴ്സ്. ഹോൾസ് എങ്ങനെ ഉണ്ടാവുന്നതാണ്? ഹോൾ ഇലക്ട്രോൺ പെയർ ജനറേഷൻ അപ്പോഴും നടക്കാമല്ലോ. റൂം ടെമ്പറേച്ചറിൽ ഹീറ്റ് എനർജി കാരണം ഹോൾ ഇലക്ട്രോൺ പെയർ ജനറേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന ഹോൾസാണ് അവിടെ ഉണ്ടാവുന്നത്. അത് വളരെ കുറവായിരിക്കും. അതേസമയം ഇങ്ങനെ ഇമ്പ്യൂരിറ്റി ആറ്റംസ് മില്യൺസ് ഓഫ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്തുണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ദാറ്റ്സ് വൈ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി കാരിയേഴ്സ് ആൻഡ് ഹോൾസ് ആർ മൈനോറിറ്റി കാരിയേഴ്സ്. ഓക്കെ, ദിസ് പെൻറ്റാവാലൻ്റ് ഡോപ്പൻ ആറ്റംസ് ആർ ജനറലി കോൾഡ് എസ് ഡോണർ ആറ്റംസ് എന്നാണ് പറയുക. ബിക്കോസ് ദേ ആർ ഡൊണേറ്റിംഗ് 1 ഇലക്ട്രോൺ ഈച്ച്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഒരു സെമി കണ്ടക്ടറിൽ ഈ ജർമാനിയത്തിനെയും അതിൻ്റെ കൂടെ തന്നെ ഈ ഡോപ്പൻ ആറ്റം കൂടി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, കണ്ടില്ലേ? ആ മിഡിൽ ഉള്ളത് മാത്രം ഏതാണ്? പ്ലസ് എന്ന് കാണിച്ചത് മാത്രം നമ്മൾ പുതിയ പെൻറ്റാവാലൻ്റ് ആറ്റത്തിൻ്റെ കോറാണ്. പ്ലസ് അതിനടുത്ത് തന്നെ ഒരു ഇലക്ട്രോണിയും കാണിക്കാം. ഇറ്റ് സപ്ലൈങ് 1 ഇലക്ട്രോൺ. അതിന് ഇക്വലൻ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു പ്ലസ് ചാർജ് ആറ്റത്തിന് കൊടുത്താൽ ആ ക്രിസ്റ്റൽ ന്യൂട്രലാണെന്നുള്ള കൺസെപ്റ്റും വന്നു കഴിഞ്ഞു. ഓക്കെ, ഇതാണ്. ബാക്കിയുള്ളതൊക്കെ ജർമാനോ സിലിക്കൺ ആറ്റാണ്. ഓക്കെ, ആ ക്രിസ്റ്റലിൽ ഏതാണോ ജർമാനിയാണ് ജർമാനി, അല്ലെങ്കിൽ സിലിക്കൺ ആയാലും സിലിക്കണാണ്. അതിന് നമ്മൾ പ്ലസോ മൈനസോ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ദേ ആർ നോട്ട് ഗിവിങ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ NE ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ NH. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹോൾസ്. ഇനി ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എനർജി ബാൻഡ് ഡയഗ്രം നോക്കൂ. കണ്ടില്ലേ? എനർജി ബാൻഡ് ഡയഗ്രത്തിൽ പ്രത്യേകത ഉണ്ട്. താഴെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, മുകളിൽ താഴെ വാലൻസ് ബാൻഡ് ഉണ്ട്, മുകളിൽ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. എന്താ പ്രത്യേകത? വാലൻസ് ബാൻഡിലുള്ള ഹോൾസിൻ്റെ എണ്ണമല്ല കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. റീസൺ? ഇലക്ട്രോൺസ് ശരിക്കും എക്സസ് ആണ്. ഹോൾസ് ഇലക്ട്രോൺ പെയർ ജനറേഷൻ കൊണ്ടുണ്ടായതല്ല. ഓക്കെ, അതുകൊണ്ടാണ് കണ്ടക്ഷൻ ബാൻഡിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ഹോൾസ് വളരെ കുറവുള്ളൂ. ആ ഹോൾ ഉണ്ടായത് എങ്ങനെയാണ്? ഹോൾ ഇലക്ട്രോൺ പെയർ ജനറേഷൻ വഴി ഉണ്ടായ ഹോളാണ്. അതിൻ്റെ ഇലക്ട്രോണും കണ്ടക്ഷൻ ബാൻഡിലുണ്ടാവും, പക്ഷേ മൈനോറിറ്റിയാണ്. പിന്നെ വി ആർ ഡോൺ എൻ അഡീഷണൽ എനർജി ലെവൽ ജസ്റ്റ് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ്. ഒരു ഡോട്ടഡ് ആയിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ? ഒരു അഡീഷണൽ എനർജി ലെവൽ കണ്ടക്ഷൻ ബാൻഡ് തൊട്ട് താഴെ. ദാറ്റ് ഈസ് നോൺ ആസ് ഡോണർ എനർജി ലെവൽ, ED. കണ്ടില്ലേ? ഇറ്റ് ഈസ് ഹാവിങ് എ സ്മോൾ ഡിഫറൻസ് ഓഫ് 0.01 ഇലക്ട്രോൺ വോൾട്ട് വിത്ത് കണ്ടക്ഷൻ ബാൻഡ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദാറ്റ് മീൻസ് ദ ന്യൂ ഇലക്ട്രോൺ സപ്ലൈഡ് ബൈ ദിസ് ഡോണർ ആറ്റംസ്, പുതിയ ആറ്റംസ് അല്ലേ, അവർ സപ്ലൈ ചെയ്ത ഇലക്ട്രോൺസിൻ്റെ എനർജി വാല്യൂ ആണ് ആ ലൈനോട് ഉദ്ദേശിക്കുന്നത്. ദേ റിക്വയർ എ സ്മോൾ എനർജി ടു റീച്ച് അറ്റ് ദ കണ്ടക്ഷൻ ബാൻഡ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. നെക്സ്റ്റ് ഈസ് P-type semiconductor. P-type semiconductor, when a trivalent impurity, 3 electrons valence electrons ആയിട്ടുള്ള ഒരു impurity ആഡ് ചെയ്താൽ, intrinsic semiconductorലേക്ക് ആഡ് ചെയ്താൽ, germanium crystalലേക്ക് ആഡ് ചെയ്താൽ അപ്പോൾ കിട്ടുന്നതാണ് P-type semiconductor. ഓക്കെ, corresponding each impurity atom added a free hole is created. ഓരോ impurity atom ആഡ് ചെയ്യുമ്പോഴും ഓരോ ഹോളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ജർമാനോ സിലിക്കണോ 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഇപ്പോൾ 4 ബോണ്ടിങ് ഉണ്ട് അല്ലേ? പക്ഷേ ഈ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ആറ്റത്തിന് 3 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ 3 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കും, ഒരു ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി വരും ഒരു ബോണ്ടിൽ. ഓക്കെ, ചുറ്റും ജർമാനോ സിലിക്കണോ ആറ്റംസും ആണ് അല്ലേ? ആ ഹോൾ വരും. അപ്പോൾ ഓരോ ഇമ്പ്യൂരിറ്റി ആറ്റം ഓരോ ഹോളിനെ ഡൊണേറ്റ് ചെയ്യും.
ഓക്കെ, ഇതാണ് ഈ ഹോൾസ് ചാർജ് ക്യാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ക്രിസ്റ്റലിൽ കാണിച്ചിരിക്കുന്നത്, കണ്ടല്ലേ? +3 എന്നാണ് കാണിച്ചിരിക്കുന്നത്, ബാക്കിയെല്ലാം +4 ജെർമാനിയം ഓർ സിലിക്കൺ ആറ്റം. ഓക്കെ, പിന്നെ +3 അതിലൊരു ബോണ്ടിങ്ങിൽ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ്, ദാറ്റ് ഈസ് ഹോൾ. ഓക്കെ, അതിന് ആ ഹോളിന് പകരം ഇലക്ട്രോൺ അവിടെ ഇല്ല, ഹോൾ ഇലക്ട്രോൺ പെയർ ജനറേഷൻ വഴി ഉണ്ടായതല്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്തതിന് ശേഷമുള്ള ആ ജെർമാനിയം സിലിക്കൺ ക്രിസ്റ്റലിനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കൂ. എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? ചുറ്റും ആ മിഡിൽ മാത്രം ഒരു മൈനസ് കൊടുത്തിരിക്കുന്നു, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ടോട്ടൽ ചാർജ് 0 ആണ്. ബാക്കിയുള്ള എല്ലാം ജെർമാനിയം സിലിക്കൺ ആറ്റം ആണ്. അവർ പുതിയ ഹോൾസ് ഡൊണേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിലെ ഡോപ്പിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബോറോൺ, അലുമിനിയം, ഗാലിയം ഒക്കെയാണ്, നമ്മൾ ഇൻഡിയം ഒക്കെയാണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആറ്റംസ്. എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത? നമ്പർ ഓഫ് ഹോൾസ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇങ്ങനെ ആഡ് ചെയ്ത ആറ്റംസിനെ നമ്മൾ പറയാം അക്സെപ്റ്റർ ആറ്റംസ് എന്നാണ് വിളിക്കുക. ഇങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റി ആറ്റംസിനെ അക്സെപ്റ്റർ ആറ്റംസ് എന്നാണ് പറയാം. എനർജി ലെവൽ, എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടർ നോക്കൂ. താഴെ വാലൻസ് ബാൻഡ് ഉണ്ട്, മുകളിൽ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. വാലൻസ് ബാൻഡിൽ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ഉണ്ട്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലില്ല. കാരണം ഹോൾ ഇലക്ട്രോൺ പെയർ ജനറേഷൻ വഴി ഉണ്ടായ ഹോൾസ് അല്ല, ഡോപ്പിംഗ് വഴി ഉണ്ടായ ഹോൾസാണ്. പിന്നെ എങ്ങനെ കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഇലക്ട്രോൺ വന്നു? അത് നോർമലി ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഹോൾ ഇലക്ട്രോൺ പെയർ ജനറേഷൻ എല്ലാ സെമി കണ്ടക്ടറിലും നടക്കുന്ന പോലെ ഇവിടെ നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഹോൾ ഇലക്ട്രോൺ പെയർ ജനറേഷൻ വഴി ഉണ്ടായ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, ഒന്നോ അതിൽ എത്രയോ ഇലക്ട്രോൺസ് ഉണ്ടാവും, പക്ഷേ അതെപ്പോഴും മൈനോറിറ്റി ആയിരിക്കും. ഓക്കെ, സോ മെജോറിറ്റി കാരിയേഴ്സ് ഇൻ പി ടൈപ്പ് ഈസ് ഹോൾസ് ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ് ഏതാണ്? ഇലക്ട്രോൺസ്. ഇതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. നെക്സ്റ്റ് നമ്മൾ ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഒരേ ജെർമാനിയോ സിലിക്കണിൻ്റെ മുകളിൽ ജസ്റ്റ് പകുതി ഭാഗത്ത് പി ടൈപ്പും പകുതി ഭാഗത്ത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതാണ് നമുക്ക് പറയാനുള്ളത്. ദാറ്റ് ഈസ് പി എൻ ജംഗ്ഷൻ. ഓക്കെ, നോക്ക്. A junction formed when a p-type semiconductor and n-type semiconductor are brought together is called a p-n junction. A separate ഒരു p-type n-type സാൻഡ്വിച്ച് ചെയ്തു എന്നല്ല അർത്ഥം. ഒരേ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ ഒരേ ജെർമാനിയം ക്രിസ്റ്റലിൻ്റെ പകുതി ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പി ടൈപ്പ് ആയിട്ടും പകുതി ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എൻ ടൈപ്പ് ആയിട്ടും ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ. ഒരു ഫിഗർ നോക്കൂ അല്ലേ. ഇതിൽ ഒരു ഭാഗം പി ടൈപ്പായിട്ടും മറ്റേ ഭാഗം എൻ ടൈപ്പായിട്ടും ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നോക്കൂ, ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. വൺ ഈസ് ഡിഫ്യൂഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡ്രിഫ്റ്റ്. പി ടൈപ്പിൽ ഹോൾസ് മെജോറിറ്റിയാണ്, എൻ ടൈപ്പിൽ ഹോൾസ് മൈനോറിറ്റിയാണ്. എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് മെജോറിറ്റിയാണ്, പി ടൈപ്പിൽ ഇലക്ട്രോൺസ് മൈനോറിറ്റിയാണ്. കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്തു നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നതിന് ഡിഫ്യൂഷൻ എന്ന് പറയും. അപ്പോൾ പി ടൈപ്പിൽ നിന്ന് ഹോൾസ് എൻ ടൈപ്പിലേക്ക് പോകും, കോൺസെൻട്രേഷൻ കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ സ്ഥലത്ത്. എൻ ടൈപ്പിൽ നിന്ന് ഇലക്ട്രോൺസ് പിയിലേക്ക് വരും. ഇതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ആദ്യം ഇതാണ് നടക്കുക. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പി ആൻഡ് എൻ ടൈപ്പ് ഒരേ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നതാണ് അല്ലേ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ജംഗ്ഷനിൽ വെച്ചിട്ട് ഈ ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് കോമ്പിനേഷൻ നടക്കും. ജംഗ്ഷനിൽ വെച്ച് ഹോൾ ഇലക്ട്രോൺ റീകോമ്പിനേഷൻ നടക്കും. പി ടൈപ്പിലെ ഹോൾസും എൻ ടൈപ്പിലെ ഇലക്ട്രോൺസും ജംഗ്ഷനിൽ വെച്ച് റീകോമ്പിനേഷൻ നടക്കും. നോ ഡൗട്ട് എനർജി വിൽ ബി റിലീസ്ഡ് ആസ് എ ഫോം ഓഫ് ഹീറ്റ് ഓർ ലൈറ്റ്. എനിവേ, പക്ഷേ ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ പി ടൈപ്പിലെ ആറ്റത്തിൻ്റെ കോർ നെഗറ്റീവാണ്, എൻ ടൈപ്പിൻ്റെ ആറ്റത്തിൻ്റെ കോർ പോസിറ്റീവാണ്. കാരണം അതിന് എൻ ടൈപ്പിൽ പോസിറ്റീവ് കാണിക്കാൻ ഒരു ഇലക്ട്രോണിന് അത് സപ്ലൈ ചെയ്യുന്നുണ്ട്, പി ടൈപ്പിൽ നെഗറ്റീവ് കാണിക്കാൻ അതൊരു ഹോളിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്ന രീതി നമ്മൾ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്തല്ലോ, അതാണ് കാര്യം. അങ്ങനെ റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ അറ്റ് ദ ജംഗ്ഷൻ പി ടൈപ്പിൽ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലും എൻ ടൈപ്പിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലും ഡെവലപ്പ് ചെയ്യും. That means a potential difference will be created. That means an electric field will be created from N to P. So there will be a strong electric field inside the semiconductor from N to P. ആ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡിൽ എന്നിലുള്ള ഹോൾസ് മൈനോറിറ്റി ആയിട്ടുള്ള ഹോൾസ്, ആൾറെഡി എന്നിൽ മൈനോറിറ്റിയാണ് ഹോൾസ് ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് പിയിലേക്ക് മൂവ് ചെയ്യും. എന്നിൽ ആൾറെഡി മൈനോറിറ്റി ആയിട്ടുള്ള ഹോൾസ് എന്നിൽ നിന്ന് പിയിലേക്ക് മൂവ് ചെയ്യും. പിയിലുള്ള മൈനോറിറ്റി ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. ഇലക്ട്രോൺസ് പിയിൽ നിന്ന് എന്നിലേക്ക് മൂവ് ചെയ്യും. ഈ മോഷനാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. മോഷൻ ഓഫ് ചാർജ് അക്കോർഡിംഗ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്, ചാർജ് കാരിയേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് ഡ്രിഫ്റ്റ്.
അപ്പോൾ ആദ്യം ഡിഫ്യൂഷൻ നടക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്താൽ ഈ ഡ്രിഫ്റ്റും നടക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാവും, ഡ്രിഫ്റ്റും ഡിഫ്യൂഷൻ ഇക്വിലിബ്രിയാവും. പിന്നെ ചാർജസിൻ്റെ ഫർദർ ഫ്ലോ നടക്കില്ല. കാരണം പി ടൈപ്പിൽ നിന്ന് ഹോൾസിന് എന്നിലേക്ക് പോകാൻ കഴിയില്ല. കാരണം പി ടൈപ്പിൻ്റെ ഹോൾസ് എന്നിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ എൻ ടൈപ്പിൻ്റെ എൻഡ് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. എന്നിൽ നിന്ന് ഇലക്ട്രോൺസ് പിയിലേക്കും പോകില്ല. കാരണം പി ടൈപ്പിൻ്റെ ജംഗ്ഷൻ അക്രോസ് ആയിട്ടുള്ള ഭാഗം പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. So further flow of charge carriers will be blocked due to this potential, positive and negative potential across N type and P type. Okay, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. So there will be a middle region of this PN junction is called as depletion layer or depletion region. The space charge region on either side of the junction together is known as depletion region. In this depletion region there are no charge carriers, that means free electrons or holes. That's why that region is known as depletion layer. Okay, then the barrier potential. നേരത്തെ ഞാൻ പറഞ്ഞു ഹോൾസിന് പിയിൽ നിന്ന് ഇനി എന്നിലേക്ക് പോകാൻ കഴിയില്ല. അതുപോലെ എന്നിൽ നിന്ന് ഇലക്ട്രോൺസ് പിയിലേക്കും പോകാൻ കഴിയില്ല. കാരണം ഒരു ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ ആ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് നോൺ ആസ് barrier potential. The potential difference produced due to the diffusion of charge carriers across the PN junction is called barrier potential. Okay, the barrier potential limits further diffusion of holes and electrons. Okay, ഈ അറേഞ്ച്മെൻറ്റിനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ, ഒരു ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് സെമി കണ്ടക്ടർ ഡയോഡ് ഓർ സിംപ്ലി പി എൻ ജംഗ്ഷൻ ഡയോഡ്. നമുക്കതിലേക്ക് വരാം. പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്താണ്? A semiconductor diode is a PN junction with metallic contacts. And connect ചെയ്യാനുള്ള metallic contacts ആണ് provided at the ends of. Okay, അങ്ങനെ എക്സ്റ്റേണൽ കണക്ഷൻ കൊടുക്കാൻ, വോൾട്ടേജ് കൊടുക്കാനുള്ള കണക്ഷൻസ് ഉള്ള ഒരു പി എൻ ജംഗ്ഷൻ ആണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പി എൻ ജംഗ്ഷൻ തന്നെയാണത്. ഓക്കെ, വിത്ത് എ പൊട്ടൻഷ്യൽ ബാരിയർ. ഓക്കെ, ദെൻ ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ആസ്, അതിൻ്റെ സിമ്പിളാണ് ആ കൊടുത്തിരിക്കുന്ന ഒരു ഡയോഡിനെ ഇങ്ങനെ സിമ്പിളൈസ് ചെയ്യാം. ഓക്കെ, the barrier voltage of germanium diode is 0.2 volt and that of silicon is 0.7 volt. Okay, germanium silicon കേസിൽ ബാരിയർ പൊട്ടൻഷ്യൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി ഈ ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക, റിവേഴ്സ് ബയാസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമുക്കിനി പറയാനുള്ളത്. നോക്കാം. പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ട് ഫോർവേഡ് ബയാസ്. ഇപ്പോൾ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പി ടൈപ്പിലേക്ക് പോസിറ്റീവ് ടെർമിനലും എൻ ടൈപ്പിലേക്ക് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുന്നതിനാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയാം. ഇങ്ങനെ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ പി ടൈപ്പിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്, എൻ ടൈപ്പിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ചാർജ് കാരിയേഴ്സ് പിയിലുള്ള ഹോൾസ് ജംഗ്ഷനിലേക്ക് നീങ്ങും, എന്നിലുള്ള ഇലക്ട്രോൺസും ജംഗ്ഷനിലേക്ക് നീങ്ങും. കാരണം അവിടെ പിയുടെ എൻഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും എന്നിൻ്റെ എൻഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലുമാണുള്ളത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ കാരണം ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് വിൽ ട്രൈ ടു meet at the junction, so that the width of depletion layer decreases. As you increase the voltage, biasing voltage, width of depletion layer decreases. At a particular voltage, the depletion layer vanishes. അവിടെ എല്ലാം ചാർജ് കാരിയേഴ്സ് വരും. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം ചാർജ് കാരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ the conductivity will be easy, the resistance of the diode will be 0. ഓക്കെ, സോ ഇതാണ് ഒരു ഡയോഡിൽ സംഭവിക്കാം. ഓക്കെ, ഇനി ഹൈറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ബാരിയർ കുറഞ്ഞു, അങ്ങനെ മെജോറിറ്റി കാരിയേഴ്സിൻ്റെ ക്രോസിംഗ് നടക്കും. ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയസിലായാൽ സംഭവിക്കാം. ഇനി പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ട് റിവേഴ്സ് ബയസ്. പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയസിലാവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പിയിലേക്ക് നെഗറ്റീവ് പൊട്ടൻഷ്യലും എന്നിലേക്ക് പോസിറ്റീവ് പൊട്ടൻഷ്യലും കൊടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? പി ടൈപ്പിലുള്ള ഹോൾസ് ജംഗ്ഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി കുറവായിരിക്കും, എൻഡിലേക്ക് വരാനുള്ള ടെൻഡൻസി ആയിരിക്കും. അവിടെയാണ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. എന്നിലുള്ള ഇലക്ട്രോൺസ് ജംഗ്ഷനിലേക്ക് വരുന്നതിന് പകരം എൻഡിലേക്ക് പോകാനും ശ്രമിക്കുക, അവിടെയാണ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളത്. ദാറ്റ് മീൻസ് വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ increases. Okay, depletion layer width increase ചെയ്യും. That means resistance of the diode increases. അപ്പോൾ ഫർദർ ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോ ഉണ്ടാവില്ല. പക്ഷെ അതേസമയം ഡ്യൂ ടു ദ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ദ ജംഗ്ഷൻ, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, പിയിലുള്ള ഇലക്ട്രോൺസും എന്നിലുള്ള ഹോൾസും ഡ്യൂ ടു ദ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ദേ വിൽ ക്രോസ് ഈച്ച് അതർ, ജംഗ്ഷനിലൂടെ ക്രോസ് ചെയ്യും. ഓക്കെ, സോ അണ്ടർ റിവേഴ്സ് ബയാസ് ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഇൻക്രീസസ്. ഓക്കെ, ദ ചാർജ് കാരിയേഴ്സ് ജംഗ്ഷനിൽ നിന്ന് എവേ ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഇൻക്രീസ് ചെയ്യും. സോ റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ് ഇൻക്രീസസ്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണം മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവും. ഓക്കെ, പിയിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്
എന്നിലേക്കും എന്നിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ഉള്ള ഹോൾസ് പിയിലേക്ക് ഒരു ഫ്ലോ ഉണ്ടാവും. മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ എന്നാണ് ഇതിന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്. ഡയോഡിൻ്റെ ഫോർവേഡ് അതുപോലെ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു കറണ്ട് വോൾട്ടേജ് ഗ്രാഫിനാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പോൾ ഡയോഡിൻ്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്, ദാറ്റ് മീൻസ് ഫോർവേഡ് ബയാസിങ്ങിലുള്ള വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കറണ്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഗ്രാഫ്. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്ന. ഡയോഡ് പിയിലേക്ക്, ഡയോഡിൻ്റെ ആരോ ഹെഡ് പി ആണ്, ആ ലൈന് എൻ ആണ്, അതിൽ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, എൻ ടൈപ്പ് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. കറണ്ട് മെഷർ ചെയ്യാൻ ആ ഒരു അമ്മീറ്ററുണ്ട്, വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്ററുണ്ട്. ഇനി അതിൻ്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. വോൾട്ടേജ് വൈ ആക്സിസ് എക്സ് ആക്സിസിലും കറണ്ട് വൈ ആക്സിസിലും കൊടുത്തിരിക്കുന്നു. മില്ലി ആംബിയറിലാണ് കറണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രാഫിൽ അതാണ് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. എന്താ പ്രത്യേകത? അപ് ടു അറൗണ്ട് 0.6 വോൾട്ട് കറണ്ട് ഇല്ല, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ടും കറണ്ട് ഇല്ല. കാരണം എന്താ, വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഇങ്ങനെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ അല്ലേ. അങ്ങനെ 0.6 വോൾട്ട് കഴിയുമ്പോഴാണ് ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് വാനിഷായി ചാർജ് കാരിയേഴ്സ് ക്രോസ് ചെയ്യാൻ തുടങ്ങുക. റെസിസ്റ്റൻസ് ഓഫ് ഡയോഡ് 0 ആവും. അതാണ്. പിന്നെ കറണ്ട് ഇൻക്രീസ് ചെയ്യും, ലാർജായിട്ട് ഇൻക്രീസ് ചെയ്ത് പോകും. കണ്ടില്ലേ? ആഫ്റ്റർ ദ ക്യാരക്ടറിസ്റ്റിക് വോൾട്ടേജ് ദ ഡയോഡ് കറണ്ട് ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി, എക്സ്പൊണൻഷ്യലി അല്ലേ, ഈവൻ ഫോർ എ സ്മോൾ ഇൻക്രീസ് ഇൻ ദ ഡയോഡ് ബയാസ് വോൾട്ടേജ്. This voltage is called as threshold voltage or cut-in voltage. Okay, it is 0.2 for germanium and it is 0.7 for silicon. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് സിലിക്കൻ്റെതാണ് എന്നർത്ഥം. ഓക്കെ, റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് അണ്ടർ റിവേഴ്സ് ബയാസ്. അതിൻ്റെ ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. പി ടൈപ്പിലേക്ക് നെഗറ്റീവും എൻ ടൈപ്പിലേക്ക് പോസിറ്റീവും. ഇനി ആ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. എക്സ് ആക്സിസിൽ വോൾട്ടേജ് ആണ്, വൈ ആക്സിസിൽ കറണ്ടാണ്. തേർഡ് ക്വാഡ്രൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാഫിൻ്റെ. ഓക്കെ, എന്താണ് പ്രത്യേകത? അപ് ടു എ പർട്ടിക്കുലർ വോൾട്ടേജ്, അപ് ടു 60 to 80 വോൾട്ട് വരെ ചെറിയൊരു കറണ്ട് ഉണ്ട് അല്ലേ, വളരെ ചെറിയൊരു കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നു. മൈക്രോ ആംബിയറിലാണ് ഈ കറണ്ട് മെഷർ ചെയ്യുന്നത്. വളരെ ചെറിയ കറണ്ട്, ഒരു ചെറിയ കറണ്ട് ഉണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സ് ബയാസിങ്ങിൽ ഉണ്ടാകുന്ന മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ കാരണമുള്ള കറണ്ടാണ്. ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നതിന് പറയാം. ഓക്കെ, റിവേഴ്സ് ബയാസിൽ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ക്രോസിംഗ് കാരണം ഉണ്ടാവുന്ന ഒരു ചെറിയ കറണ്ടാണ്. അതൊരു കോൺസ്റ്റൻറ്റ് കറണ്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ് ടു 60 to 80 വോൾട്ട് വരെ അതേ ഉള്ളൂ. പിന്നെ വോൾട്ടേജ് ഫർദറായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ, മോർ ദാൻ 80 വോൾട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലേ, 80 to 100 ഇടയിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കറണ്ട് സഡനായിട്ട് ഇൻക്രീസ് ചെയ്യും. അതെന്തുകൊണ്ട് എന്ന് നമുക്ക് പറയാം. നോക്കൂ, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, ലീക്കേജ് കറണ്ട് എങ്ങനെ ഉണ്ടായി എന്നൊന്നുകൂടി പറയാം. ശ്രദ്ധിച്ചോളൂ. ഇൻ ദ റിവേഴ്സ് ബയസ് ഓഫ് ദ ഡയോഡ്, ഇഫ് ദ വോൾട്ടേജ് ലെസ് ദാൻ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഏതാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? 80 to 100 ഇടയിൽ കണ്ടില്ലേ, വോൾട്ടേജ് കുറച്ച് കൂട്ടിയപ്പോൾ കറണ്ട് ലാർജായിട്ട് ഇൻക്രീസ് ചെയ്തില്ലേ, ആ വോൾട്ടേജിനാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാം. അതായത് കറണ്ട് ഇൻക്രീസസ് ഷാർപ്പ്ലി, ആ വോൾട്ടേജാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇറ്റ് ഇസ് ബിറ്റ്വീൻ 80 to 100, 80 100 ഇടയിലാണ്. അതിന് മുമ്പുള്ള കേസിൽ ലെസ് ദാൻ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലേ, a very small constant current flows through the diode due to the minority charge carriers. This current is called as reverse saturation current. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്താണ്? ഓക്കെ, ദ റിവേഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ കറണ്ട് ഇൻക്രീസസ് ഷാർപ്പ്ലി ഇസ് കോൾഡ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നോർമൽ ഡയോഡിൽ അത് വളരെ ഹൈ വോൾട്ടേജിൽ ഇങ്ങനെ സംഭവിക്കുള്ളൂ. ഓക്കെ, ദ ഫിനോമിനൽ വിച്ച് റിവേഴ്സ് കറണ്ട് ഇൻക്രീസസ് ഷാർപ്പ്ലി അറ്റ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇസ് കോൾഡ് സെനർ എഫക്റ്റ് എന്നാണ് പറയുക. The breakdown of the diode at critical reverse voltage due to the increased production of electron-hole pair is called avalanche breakdown എന്നാണ് പറയാം. Large number of hole electron pairs generate ചെയ്യും. That is known as avalanche breakdown. ഓക്കെ, ഇതാണ് റിവേഴ്സ് ബയാസിങ്ങിൽ സംഭവിക്കുക. ബ്രേക്ക് ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡയോഡിന് റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ എബിലിറ്റി. പക്ഷേ റിവേഴ്സ് ബയാസിലും കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ നേച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ നോർമൽ പ്രോപ്പർട്ടി ഫോർവേഡ് ബയാസിൽ മാത്രം കണ്ടക്ട് ചെയ്യുക, റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യാതിരിക്കുക എന്നുള്ള എബിലിറ്റി പോകുന്നതുകൊണ്ടാണ് അതിനെ ബ്രേക്ക് ഡൗൺ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻസ് ഓഫ് ജംഗ്ഷൻ ഡയോഡ്? അതിൽ ബെസ്റ്റ് ആപ്ലിക്കേഷനാണ്, ഒരു ഡയോഡിൻ്റെ ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് റെക്ടിഫയർ. ഡയോഡ് ആസ് റെക്ടിഫയർ. The process of conversion of AC current to DC current is known as rectification. Device used for rectification is called rectifier. So there are two types of rectifiers, half-wave rectifiers and full-wave rectifiers. Half-wave rectifier ഒരു diode ആണ് യൂസ് ചെയ്യുന്നത്. We are using only one diode. The diode
becomes forward biased only in the positive half cycle of AC and negative half cycle ആവുന്ന സമയത്ത് റിവേഴ്സ് ബയസിലായിരിക്കും. The efficiency of that rectifier is only 40.6%. സോ ഹാഫ് എ റെക്ടിഫയറിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? പ്രൈമറി ഒരു പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിലുള്ള ട്രാൻസ്ഫോമർ, പ്രൈമറിയിൽ വരുന്നത് AC ആണ്, സെക്കൻഡറി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അതിൻ്റെ A എന്നുള്ള ടെർമിനലാണ് ഡയോഡ് വെച്ചിരിക്കുന്നത്. ആ ഡയോഡിന് ശേഷമാണ് ഏത് ഡിവൈസാണോ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് അത് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ആസ് RL, ലോഡ് റെസിസ്റ്റൻസ്, അല്ലേ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്തൊക്കെ ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കും. നെഗറ്റീവ് സൈക്കിൾ ഓഫ് AC വരുന്ന സമയത്തൊക്കെ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രം കണ്ടക്ട് ചെയ്യും. അതാണ് ആ ഗ്രാഫിൻ്റെ ഔട്ട്പുട്ടിൽ കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അത് കണ്ടക്ട് ചെയ്യുന്നു, റിവേഴ്സ് ഹാഫ് സൈക്കിളിൽ അത് കണ്ടക്ട് ചെയ്യാതിരിക്കുന്നു. ദാറ്റ് ഈസ് ഹാഫ് വേ റെക്ടിഫയർ. Then full wave rectifier, we are using 2 diodes, okay, and we have a center tap transformer, step down center tap transformer. Center tap transformer means secondary de coil in the middle or connection goodi undav. It is taken as 0 volt, okay. This positive half cycle ഒരു diode forward biased ആവും, negative half cycle രണ്ടാമത്തെ diode ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോൾ രണ്ട് കേസിലും പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കണ്ടക്ട് ചെയ്യും. പക്ഷേ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുമ്പോഴും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുമ്പോഴും ഔട്ട്പുട്ടിലുള്ള റെസിസ്റ്ററിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ദർ ഇസ് നോ റിവേഴ്സൽ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. സോ കറണ്ട് ഒരേ ഡയറക്ഷനിലാവും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ഫ്രം AC ടു DC, യൂണി ഡയറക്ഷണൽ കറണ്ട് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതിൻ്റെ ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഒരു ട്രാൻസ്ഫോമർ, അതിൻ്റെ സെക്കൻഡറിയിലെ മിഡിൽ നിന്നൊരു കണക്ഷൻ, സെൻറ്റർ ടാപ്പിംഗ്, രണ്ട് ഡയോഡ്സ് D1 ആൻഡ് D2 A B എന്നുള്ള പോയിൻറ്റ്സിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, അതും സെൻറ്റർ ടാപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് എൻ്റെ ഡയഗ്രാം. നോക്കൂ, അപ്പോൾ എയിലും ബിയിലും റെക്ടിഫിക്കേഷൻ നടക്കുന്നുണ്ട്. എയിലുള്ള സിഗ്നൽ പോസിറ്റീവ് ആകുമ്പോൾ ബിയിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ എയിലും ബിയിലുള്ള ഇൻപുട്ടാണ് ആ ഗ്രാഫുകളിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രാഫുകളിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് എയിലും ബിയിലെ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നലാണ് മൂന്നാമത് കൊടുത്തിരിക്കുന്നത്. എല്ലാം പോസിറ്റീവ് ഹാഫ് സൈക്കിളായിട്ട് മാറും. ബിക്കോസ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ആൾവേസ് ഫ്രം X to Y അക്രോസ് ദ റെസിസ്റ്റൻസ്, ആൾവേസ് X to Y. D1 കണ്ടക്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ D1 കണ്ടക്ട് ചെയ്യും, D2 കണ്ടക്ട് ചെയ്യില്ല. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴോ D2 കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യില്ല. ഇതിങ്ങനെ റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ എല്ലാ സമയത്തും കറണ്ടിൻ്റെ ഡയറക്ഷൻ Xൽ നിന്ന് Yയിലേക്കാണ്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് വിൽ ബി യൂണി ഡയറക്ഷണൽ കറണ്ട്. ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, പക്ഷേ യൂണി ഡയറക്ഷണൽ കറണ്ടാണ്. ഈ ഫ്ലക്ച്വേഷൻസ് റിപ്പിൾസ് ഒഴിവാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനാണ് ഫിൽട്ടർ സർക്യൂട്ട് എന്ന് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്ററോ ഇൻഡക്ടറോ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ഫിൽട്ടർ സർക്യൂട്ട് ഉണ്ടാവും. ഫിൽട്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടായിട്ട് കിട്ടിയ DC-യിൽ ഫ്ലക്ച്വേഷൻസ്, റിപ്പിൾസ് ഒഴിവാക്കാൻ യൂസ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനാണ് ഫിൽട്ടർ എന്നത്. സർക്യൂട്ട് യൂസ് ടു ഫിൽട്ടർ ദ AC റിപ്പിൾസ് ഫ്രം ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ഫിൽട്ടർ സർക്യൂട്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫിൽട്ടർ സർക്യൂട്ടാണ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഫിൽട്ടർ സർക്യൂട്ട്. അതിൻ്റെ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഫുൾ അറേഞ്ച്മെൻറ്റ്, റെക്ടിഫയർ അറേഞ്ച്മെൻറ്റ് ഒരു ബോക്സിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിനെയാണ് നമ്മൾ ഫിൽട്ടർ സർക്യൂട്ട് എന്ന് ഏറ്റവും സിമ്പിളായിട്ട് വിളിക്കുക. കപ്പാസിറ്റർ പ്രത്യേകത, ഇറ്റ് വിൽ കണ്ടക്ട് AC ആൻഡ് ഇറ്റ് വിൽ ബ്ലോക്ക് DC. അപ്പോൾ കപ്പാസിറ്ററിലേക്ക് റെക്ടിഫയറിന് ഔട്ട്പുട്ടിലേക്ക് വരുന്ന ഔട്ട്പുട്ടായിട്ടുള്ള ഫ്ലക്ച്വേറ്റിംഗ് DC, റിപ്പിൾസ് ഉള്ള DC-യിൽ AC കമ്പോണൻറ്റും ഉണ്ടാവും, DC കമ്പോണൻറ്റും. ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്നത് AC കമ്പോണൻ്റാണ്. ഒരു സ്റ്റഡി കറണ്ട്, ഒരു മാക്സിമം വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് DC കമ്പോണൻറ്റുമാണ്. അതിൽ AC കമ്പോണൻറ്റ്സ് കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്ത് പോകും, DC കമ്പോണൻറ്റ് മാത്രം ഔട്ട്പുട്ടിലേക്ക് പോകും. സോ ഔട്ട്പുട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് കറണ്ട് വിൽ ബി എ സ്റ്റഡി കറണ്ട്. അതായത് ഫസ്റ്റ് ഗ്രാഫ് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ അത് ഏകദേശം എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഒരു സ്റ്റഡി കറണ്ട് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് ഫിൽട്ടർ സർക്യൂട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഡയോഡിൻ്റെ, നോർമൽ ഡയോഡിൻ്റെ, PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻ. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്.